ഹലോ ഫ്രണ്ട്സ്, ഡ്രീംസ് ഓഫ് കുവൈറ്റിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ MOH സ്റ്റാഫിന് വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതായത് പുതുതായിട്ട് വന്നവരും പുതുതായിട്ട് വരുന്നതുമായ എല്ലാവർക്കും ഈ വീഡിയോ വളരെ പ്രയോജനപ്പെടുന്നതാണ്. ദയവായി എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറച്ച് ദിവസം മുൻപ് MOHലെ ഇപ്പോഴത്തെ വേക്കൻസിയെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതൊരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യമായി അത് സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരു താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നത് സെറ്റിൽമെൻറ്റ്, ലീവ് സാലറി തുടങ്ങിയ കാര്യങ്ങളാണ്. സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെയുള്ളവർക്ക് സെറ്റിൽമെൻറ്റ് കൊടുത്തിരുന്നു. ഇനി പുതുതായിട്ട് വന്നവർക്കും വരുന്നവർക്കും സെറ്റിൽമെൻറ്റ് എമൗണ്ട് ഇല്ല എന്നാണ് അറിഞ്ഞത്. പക്ഷേ അതിന് പകരം സാലറിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ലീവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 15 വർഷം വരെ ആനുവൽ ലീവ് 35 ഡേയ്സ് ആണ്. 15 വർഷം കഴിഞ്ഞവർക്ക് 45 ഡേയ്സ് ആണ് കിട്ടുന്നത്. ലീവ് സാലറി ലീവിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സാലറിയിൽ കിട്ടുന്നതാണ്. ടിക്കറ്റ് ചാർജസ് മിനിസ്ട്രി തരുന്നതല്ല, നമ്മൾ തന്നെ വഹിക്കേണ്ടതാണ്. അതുപോലെ റെസിഡൻസി അടിക്കുന്ന ചിലവും സിവിൽ എയ്ഡിൻ്റെ ചിലവും നമ്മൾ തന്നെ വഹിക്കേണ്ടതാണ്. ഇതൊന്നും MOHകാർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ചിലർ ചോദിച്ചിരുന്നു, ഫീമെയിൽ നേഴ്സിന് വിസ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്ന്. പറ്റില്ല എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇപ്പോൾ ഫാമിലി കുവൈറ്റിലുള്ള ഒരാളിന് ഹസ്ബൻഡിന് വേറൊരു രാജ്യത്ത് ജോലി വല്ലതും കിട്ടിപ്പോവുകയാണെങ്കിൽ വൈഫിന് കുട്ടികളുടെ സ്പോൺസർഷിപ്പ് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 2 മാസമായി അനക്കമൊന്നുമില്ലെന്ന്. പാസ്സായെങ്കിൽ മാത്രമേ അവർ വിളിക്കാറുള്ളൂ. അതും പെട്ടെന്നൊന്നും വിളി പ്രതീക്ഷിക്കരുത്. ഇനിയും അപ്ലൈ ചെയ്യാത്തവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഇപ്പോഴും ആക്റ്റീവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആൾക്കാർ അപ്ലൈ ചെയ്തിരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. താങ്ക്